ഹായ് കൂട്ടുകാരെ, നമുക്ക് രാവിലത്തെ കാപ്പിക്ക് റവ കൊണ്ടൊരു പലഹാരം ഉണ്ടാക്കിയാലോ. ഞാനിതിന് ഒരു പാത്രം റവ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ക്യാരറ്റ്, ഒരു ചെറിയ സവാള, ഒരു ചെറിയ കൂട്ടം ഇഞ്ചി, ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഒരു ചെറിയ പാത്രത്തിന് തേങ്ങ. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് റെഡിയാക്കാം. പാൻ അടപ്പത്തോട്ട് വെച്ച് പാൻ ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. സ്വല്പം കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിപ്പോൾ കറിവേപ്പില ഇട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഈ 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക. ഞാൻ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് പരുവത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. 2 ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ആക്കാം. ഇനി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന റവ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൂട്ടാം. ഇനി റവ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി അടച്ച് വെക്കാം. റവ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമ്മൾ ഇളക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് തോത്തിയെടുക്കാം. ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം നമ്മൾ കുറച്ച് വെച്ചിരുന്നാൽ മതി, സിമ്മിലിട്ടിരുന്നാൽ മതി. നമ്മൾ റവ കൊണ്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. റവ കൊണ്ട് ഉപ്പുമാവ് ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ കൂടി ചെയ്തേക്കണേ. താങ്ക് യു. ഇതുവരെ ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. എല്ലാവർക്കും കഴിക്കാൻ നല്ല രുചികരമായിട്ടുള്ളൊരു ഫുഡാണ്.